വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാഹനങ്ങളിൽ വരുന്ന AC കംപ്രസറിൻ്റെ ക്ലച്ച് യൂണിറ്റാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും AC കംപ്രസറിന് ക്ലച്ച് യൂണിറ്റ് വരുന്നുണ്ട്. വളരെ ചുരുക്കം ചില വാഹനങ്ങളിൽ AC കംപ്രസറിന് ക്ലച്ച് ഇല്ല. അത് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന AC കംപ്രസറാണ്. അപ്പോൾ നമുക്ക് AC കംപ്രസറിൻ്റെ ക്ലച്ച് യൂണിറ്റ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതേപോലെ തന്നെ അതിന് എന്തെല്ലാം ഫാൾട്ടുകളാണ് വരാറുള്ളത് ഇതൊക്കെ നോക്കാം. AC കംപ്രസർ ക്ലച്ച് കത്തി പോകാറുണ്ട്, അതിൻ്റെ വൈൻഡിങ് ഒക്കെ. അതേപോലെ തന്നെ അതിന് നോയ്സ് ഉണ്ടാവാറുണ്ട്, ബയറിങ് വേണോട്ടായി പോവുക, അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെയാണ് AC കംപ്രസറിൻ്റെ ക്ലച്ചിന് വരാറുള്ളത്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ക്ലച്ച് യൂണിറ്റ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. AC സിസ്റ്റം വാഹനത്തിൽ വന്ന കാലം മുതലേ ഈ ഒരു AC കംപ്രസറിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ക്ലച്ച് യൂണിറ്റ് വരുന്നുണ്ട്. അത് ഇലക്ട്രിക് ക്ലച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ക്ലച്ചിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കോയിൽ വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റ് ഇലക്ട്രിക് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്താണ് അത് മാഗ്നറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ക്ലച്ച് എന്തിനാന്ന് വെച്ചാൽ എൻജിൻ്റെ കറക്കം നമ്മൾ AC ഓൺ ആക്കുന്ന സമയത്ത് മാത്രം എൻജിൻ്റെ കറക്കം AC കംപ്രസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ സയൻറ്റിസ്റ്റ് അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ക്ലച്ചാണ് ഈ ഒരു AC കംപ്രസറിൻ്റെ ഫ്രണ്ടിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ AC ബട്ടൺ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രിക് ക്ലച്ച് മാഗ്നറ്റായി മാറിയിട്ട് ഈ ഒരു എൻജിൻ്റെ കറക്കത്തിനെ AC കംപ്രസറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് യൂണിറ്റ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, ആ സമയത്ത് മാത്രമേ മനസ്സിലുള്ളത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കാണുന്നതാണ് AC കംപ്രസർ. അപ്പോൾ ഈ ഒരു കംപ്രസറിൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് AC കംപ്രസറിൻ്റെ സേഫ്റ്റി വാൽവാണ്. നമ്മളെ ഈ കുക്കറിനൊക്കെ ഉള്ള അതേപോലത്തെ ഒരു സേഫ്റ്റി വാൽവാണ്. ഹൈ പ്രഷർ ബിൽഡായി കഴിഞ്ഞാൽ കംപ്രസർ ഡാമേജ് ആവാതെ ഈ ഒരു സേഫ്റ്റി വാൽവ് പൊട്ടിയിട്ട് ഈ ഒരു കംപ്രസറിനെയും ഈ ഒരു സിസ്റ്റത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ AC കംപ്രസറിൻ്റെ ക്ലച്ച് എങ്ങനെ അയക്കുക എന്നുള്ളത് നമുക്ക് ഇനി കാണാം. AC കംപ്രസറിൻ്റെ ഈ ഒരു ക്ലച്ച് ഡിസ്ക് അയച്ചെടുത്താൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ഷിമ്മാണിത്. അപ്പോൾ ഈ അയച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഷിമ്മ് ഇത് മാറിപ്പോകാൻ പാടില്ല. അതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ആവുന്നത് ഈ ഒരു ഷിമ്മിൻ്റെ മേലെയാണ്. ഓക്കെ, ഈ ഒരു ക്ലച്ചിൻ്റെയും ഈ ഒരു കറങ്ങുന്ന ഡിസ്കിൻ്റെയും ഈ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഷിമ്മ് വെച്ചിട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അയച്ചെടുക്കുന്ന സമയത്ത് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലച്ചിന് നോയ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലച്ച് കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ കംപ്രസറിൻ്റെ ഈ ഒരു ഡിസ്കിൻ്റെ പുറത്തും ഒരു വാഷർ വരുന്നുണ്ട്, 2 വാഷറാണ് വരുന്നത്. അപ്പോൾ ഇത് എൻജിനായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഔട്ടറിൽ കറങ്ങുന്ന ഈ ഒരു പുള്ളി ഇത് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുള്ളീൻ്റെ അകത്താണ് നമ്മളെ ഇലക്ട്രിക് മാഗ്നറ്റ് ഉള്ളത്. അപ്പോൾ മാഗ്നറ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പുള്ളി അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാഗ്നറ്റാണ്. മാഗ്നറ്റിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഒരു പാക്കാണത്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിൻ്റെ പവറിനെ കൊണ്ടാണ് ഈ ഒരു ക്ലച്ച് എൻഗേജ് ആകുന്നത്. ഇവിടെ ആ ഒരു മാഗ്നറ്റാണ് ഇവിടെ എൻഗേജ് ആക്കുന്നത്, AC കംപ്രസറിൻ്റെ എൻഗേജ് ആക്കുന്നത്. ഇവിടെ കാണാം, ഈ ഒരു ബെയറിങ്ങിൻ്റെ മേലെയാണ് ഈ പുള്ളി കറങ്ങുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മാഗ്നറ്റ് കോയിലാണ്. ഇതൊരു വൈൻഡിങ് ആണ്, ഇതിൻ്റെ അകത്ത് ഹൈ പവർ മാഗ്നറ്റാണ്. അപ്പോൾ അതിൻ്റെ വെളിയിലൂടെയാണ് ഈ പുള്ളി കറങ്ങുന്നത്, ഈ ക്ലച്ച് ഡിസ്കും കറങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ആ ക്ലച്ച് ഡിസ്കും ഈ യൂണിറ്റൊക്കെ ഒരു യൂണിറ്റായിട്ട് കറങ്ങുക ചെയ്യുക. ആ സമയത്താണ് ഈ എൻജിൻ്റെ കറക്കം ഈ സെൻട്രലിലെ ഹബ്ബ് വഴി ഇവിടെ കാണാം, സ്പ്ലൈൻസ് കാണാം. ഈ മില്ലിങ് ഈ AC കംപ്രസറിൻ്റെ ക്ലച്ചിൻ്റെ ഷാഫ്റ്റിനെ ആയിട്ട് എൻഗേജ്ഡ് ആണ്. അങ്ങനെ അതൊരൊറ്റ യൂണിറ്റായി കറങ്ങുക ചെയ്യുക. ഈ മാഗ്നറ്റ് കറങ്ങുന്നില്ല. ഈ മാഗ്നറ്റിൻ്റെ അട്രാക്ഷൻ മൂലം അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്നായിട്ട് കറങ്ങുക ചെയ്യുന്നത്. ഇവിടെ കാണാം, അത് എൻഗേജും ഡിസെൻഗേജ് ആവാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതിനാണ് നമ്മളൊരു സ്പേസർ അവിടെ ഇടുന്നത് ആ ഒരു ക്ലച്ചിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ കാണാതെ ഇങ്ങനെ മൂവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു ക്ലച്ച് മാഗ്നറ്റ് ആവുന്ന സമയത്ത് ആ ഒരു ക്ലച്ച് ഈ ഒരു പുള്ളീൻ്റെ മേലേക്ക് ജമ്പ് ചെയ്തിട്ട് ഒറ്റ യൂണിറ്റായിട്ട് കറങ്ങുക. ഇതൊരു ക്ലച്ച് യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോയിൽ കത്തിപ്പോയതാണ്. ഇവിടെ കാണാം, ഇതിൻ്റെ ഉരുകിയ ഒരു മാർക്ക് കാണാം. അപ്പോൾ ഈ ഒരു പുള്ളീൻ്റെ അകത്താണ് ഈ ഒരു കോയിലുള്ളത്. ഇതാണ് കോയിൽ. ഈ ഒരു കോയിലിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ് ഇത് മാഗ്നറ്റായി മാറുന്നത്. ഇത് നല്ല കട്ടിയുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ നല്ല ഹൈ പവർ മാഗ്നറ്റാണ്. ഇത് ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ പവർ മാഗ്നറ്റാണ്.
അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്ലച്ച് എൻഗേജ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.